നമസ്കാരം. മാസഫലം. ഫെബ്രുവരി മാസഫലത്തിൽ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ രാശിക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങളുടെ ഊഹക്കച്ചവടം, അതിൽ ഷെയർ മാർക്കറ്റിംഗ് അങ്ങനത്തെ ഇതിൽ ധനം നിക്ഷേപിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അതിൽ ചെറിയ രീതിയിലുള്ള പരാജയം അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തി കാരണം നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മാസം വളരെ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസം. അതായത് വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വളരെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ ഈ രാശിക്കാർക്ക് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയിലും വിജയമുണ്ടാകും. നിങ്ങൾ വിദ്യാർത്ഥികളാണോ, ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ധനം നിങ്ങളെ തേടിയെത്തും. കാരണം ഇങ്ങനെ പറയാൻ, നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നില്ല, ധനലാഭം ഉണ്ടാകുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിലും അതിൽ നിങ്ങൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം വിജയമുണ്ടാകുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വാസക്കുറവ് കാരണം പ്രണയബന്ധങ്ങൾ തകരാനും സാധ്യത കാണുന്നുണ്ട്. സൂക്ഷിക്കുക. പ്രണയിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. നിങ്ങളുടെ ബന്ധങ്ങൾ സംശയങ്ങൾ മൂലം തകരുക. അതായത് പ്രണയിക്കുന്നവരല്ല, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, സംശയങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരിക, അങ്ങനെയുള്ള കുടുംബപരമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കാതെ ഉടൻ തന്നെ തീരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആരോഗ്യപരമായിട്ട് പുരോഗതിയാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രദർശനമെല്ലാം സ്ഥിരം നടത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങളുടെ എത്ര പ്രതീക്ഷിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരാജയം വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിജയിക്കും എന്ന് കരുതി പൂർണ്ണമായിട്ടും ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പാലിക്കുവാൻ കഴിയാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ കേവലം ഒരു വാക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ആ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് അതൊരു വാക്കല്ല, ഒരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ്, അവരുടെ ജീവിതമാണ്. അപ്പോൾ സംസാരം വളരെ കൂടുതലായി കാണുന്ന വ്യക്തികളാണിവർ. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. തന്നാൽ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം, ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രതീക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊടുക്കുന്ന പ്രതീക്ഷ മറ്റൊരാളുടെ സ്വപ്നമാണ്. അയാളുണ്ടല്ലോ എനിക്കെല്ലാം ശരിയാക്കി തരും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ സാറുണ്ട്, എനിക്കെല്ലാം ശരിയാക്കി തരും. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അനാവശ്യമായി വാക്കുകൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റൊരാളുടെ വിഷമത്തിന് അത് ഇടയുണ്ടാകും, അവരുടെ സ്വപ്നങ്ങൾ തകരാൻ കാരണമാകും. നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം
വാക്ക് പറയുകയല്ല, ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനത്തെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ദേവിയുടെ നാമങ്ങളെല്ലാം ജപിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം പോലെ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും.